ഹായ് ഫ്രണ്ട്സ്, എമ്മി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാനും പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഈ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് പഴുത്തു പോയതല്ല, കുറച്ച് മൂത്ത മാങ്ങ ഇതിലേക്ക് എടുക്കുക. ചെറിയ പുളിയും ഉണ്ടാവും, എന്നാലും മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് മാംഗോ ബദാമിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മാങ്ങയാണ് ഉള്ളത് അതെടുക്കുക. ഇനി ആദ്യം ഇതിലേക്ക് വേണ്ട ഉണക്കമുളക് ഒന്ന് തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെക്കുക. 1 മണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. ഇനി ഇത് കുറച്ച് വലിയ പീസായിട്ട് തന്നെ സ്ക്വയർ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ മാങ്ങ കുറച്ച് മധുരം ഉണ്ടാവും, കുറച്ച് പുളിയും ഉണ്ടാവും. അപ്പോൾ ഇത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ബിരിയാണിയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ബദാമി ആകുമ്പോൾ പെട്ടെന്നൊന്നും ഉടഞ്ഞു പോവില്ല. അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൂവാണ്ടനും ഇതുപോലെ പെട്ടെന്നൊന്നും ഉടഞ്ഞു പോവില്ല. ഇതിലേക്ക് ഞാനൊരു വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉണക്കമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മാങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങ അച്ചാർ ഒരുപാട് കാലം എടുത്ത് വെക്കാത്തത് കൊണ്ട് തന്നെ ഞാനിതിലേക്ക് നല്ലെണ്ണ ഒന്നുമല്ല എടുത്തത്, ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊക്കെ നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഈ നമ്മൾ അരച്ചു വെച്ച ഉണക്കമുളകിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പച്ച കുത്തൊന്ന് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കൈവിടാതെ ഒന്ന് വഴറ്റിയാൽ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ സാധാരണ മുളക് പൊടിയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കളറ് നല്ല റെഡ് കളറായിട്ട് കിട്ടും. ഇനി ഇതും പച്ചമണം പോകുന്നവരെ വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ അതിൻ്റെ ഒക്കെ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച മാങ്ങ കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. മാങ്ങയിലേക്കൊക്കെ എല്ലാ മസാല എത്തുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് സുർക്ക ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എങ്കിലേ ഇത് കറക്റ്റായിട്ട് ആ ടേസ്റ്റൊക്കെ ബാലൻസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചസാര ചേർക്കാനും മറക്കരുത്. അപ്പോൾ ഏതൊരു അച്ചാർ ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ സുർക്കൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂണ് കായം ചേർത്ത് കൊടുക്കുക. ഈ കായം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ മാങ്ങയൊക്കെ ഒന്നൊന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോഴേക്കും ഇതായിക്കോളും. കാരണം ഇത് അത്യാവശ്യം പഴുത്ത മാങ്ങയാണല്ലോ, ഒരുപാട് പഴുത്തിട്ടില്ലെങ്കിലും നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള മാങ്ങയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതായിക്കോളും. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേവണ്ട, ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഇത് ഈ മാങ്ങയിൽ നിന്നൊക്കെ കുറച്ച് നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് തുറന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പിന്നെ ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് തിക്കായി വരും. ഇത് കുറച്ചൊന്ന് മാങ്ങയിൽ നിന്നൊക്കെ നീരിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കാവാൻ വേണ്ടി ഞാൻ വെച്ചു. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. കണ്ടില്ല, ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ അപ്പോഴത്തെ പോലല്ല, ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇനി അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരിക്കലും അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ ആവി പോയിട്ട് ആ നീര് അതിലേക്ക് ഇറങ്ങിയിട്ട് അച്ചാർ പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് നന്നായി ചൂടാറി കഴിഞ്ഞാൽ മാത്രം ഒരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ബോട്ടിൽ എപ്പോഴും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവണം.
അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അച്ചാർ ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. കേടൊന്നും വരാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതിപ്പോൾ ഒരുപാട് കാലമൊന്നും എടുത്തു വെക്കേണ്ട, ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് വരെ ഈ അച്ചാർ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ മധുരമുള്ള മാങ്ങ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ അച്ചാർ ഉണ്ടാക്കിയാൽ തീരുന്നത് അറിയില്ല, അത്രയും ടേസ്റ്റാണ് ഇതിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല റെസിപ്പീസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.